ജനസേവാ ശിശുഭവന്റെ ദേശീയ അംബാസിഡർ സ്ഥാനമലങ്കരിക്കാൻ ഇനി ദയാബായി. നിയമത്തിൽ ബിരുദവും സാമൂഹ്യ പ്രവർത്തനത്തിൽ ബിരുദാനന്തര ബിരുദവും എടുത്ത് ആദിവാസി സമൂഹത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച വ്യക്തിയാണ് ദയാബായി എന്നറിയപ്പെടുന്ന പാലാ സ്വദേശി മേഴ്സി മാത്യു. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നിരവധി പുരസ്കാരങ്ങൾ നൽകി ആദരിക്കപ്പെടുന്ന ദയാബായി അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ വിസിറ്റിംഗ് പ്രൊഫസറാണ്. മധ്യപ്രദേശിലെ ആദിവാസി കുടുംബങ്ങളെ പോലെ വേഷവിധാനം സ്വീകരിച്ച് അവരിൽ ഒരുവളായി ജീവിക്കുന്ന ദയാബായി മലയാളികൾക്ക് സുപരിചിത അല്ല. തെരുവു മക്കളില്ലാത്ത ഇന്ത്യ എന്ന ലക്ഷ്യസാക്ഷാത്കാരത്തിന് ദേശീയ തലത്തിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാനായി രാജസ്ഥാനിൽ ആരംഭിച്ച ഉഡാൻ അക്കാദമിയെ പറ്റിയും ഉത്തർപ്രദേശിലെ വൺതാര അക്കാദമിയെ പറ്റിയും കേട്ടറിഞ്ഞ ദയാബായിക്ക് ജനസേവാ ശിശുഭവന്റെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാനും അംബാസിഡർ സ്ഥാനം ഏറ്റെടുക്കാനും സന്തോഷത്തോടെ കടന്നുവരികയായിരുന്നു. ഒരു വലിയ സന്തോഷത്തിൻ്റെ ദിനമാണ് ഇന്ന്. ഒരു മാറ്റത്തിൻ്റെ തന്നെ ദിനമാണ് ഇന്ന്. അതിൻ്റെ പ്രധാന കാരണം ജനസേവാ ശിശുഭവൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുവാനായി ജനസേവാ ശിശുഭവൻ്റെ അംബാസിഡറായി, ദേശീയതല അംബാസിഡറായി സേവനം ചെയ്യുവാനായി നമ്മളൊപ്പം ദയാബായി എന്ന മനുഷ്യസ്നേഹി വന്നിരിക്കുകയാണ്. ദയാബായി വരുമ്പോൾ ജനസേവാ ശിശുഭവൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെയധികം മുന്നേറ്റം നമുക്ക് നടത്തുവാൻ സാധിക്കും. ജനസേവാ ശിശുഭവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റു നിരവധി മനുഷ്യസ്നേഹ പ്രവർത്തികളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ദയാബായിയുടെ ജനസേവാ ശിശുഭവന്റെ നേതൃനിരയിലേക്കുള്ള തീരുമാനം വേഗത്തിലാക്കി. ലളിത ജീവിതം നയിച്ച് സാമൂഹ്യ പ്രവർത്തനത്തിന് വ്യത്യസ്തമായ ഒരു മാനം കാണിച്ചു തരാൻ ദയാബായി ജനസേവാ ശിശുഭവന് പുത്തൻ ഉണർവ് നൽകുമെന്ന് ജനസേവാ ശിശുഭവൻ ചെയർമാൻ ജോസ് മാവേലി പറഞ്ഞു. ജനസേവാ ശിശുഭവന്റെ ലക്ഷ്യം തെരുവ് കുട്ടികൾ ഇല്ലാത്തൊരു ഇന്ത്യ എന്ന മഹത്തായ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം നിറവേറുവാനായി നമുക്ക് ഒത്തിരി എളുപ്പമായിരിക്കും ഇനിയുള്ള കാലം നമുക്ക് പ്രവർത്തിക്കുവാനായി. തെരുവിലുള്ള ഓരോ കുട്ടികളുടെയും കഥകൾ പറയുമ്പോൾ ഞെട്ടിക്കുന്ന കഥകളാണ് ഓരോ മക്കൾക്കും ഉള്ളത്. അവർക്ക് സ്വന്തമായി ഒരു അഡ്രസ്സുമില്ല. അവർ രക്ഷിതാക്കളാണെങ്കിൽ വഴിവിട്ട് ജീവിതം നയിക്കുന്നവരാണ്. തലചായ്ക്കുവാൻ ഇടമില്ല, ID കാർഡില്ല, ആധാർ കാർഡില്ല, ജനന സർട്ടിഫിക്കറ്റ് പോലുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു വിഭാഗം ഇന്ത്യയിൽ ഇപ്പോൾ ലക്ഷക്കണക്കിനായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ലക്ഷക്കണക്കിന് വരുന്ന ഈ പാവം കൊച്ചു മക്കളെ രക്ഷിക്കുന്നതിനായി ആരും തന്നെ മുന്നോട്ട് വരുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം ഇവർക്ക് ആർക്കും ഈ കൊച്ചുമക്കളുടെ രക്ഷിതാക്കൾക്ക് ആർക്കും തന്നെ വോട്ടവകാശമില്ല, തലചായ്ക്കാൻ ഇടമില്ല, ID കാർഡില്ലാത്തൊരു വിഭാഗം ഇങ്ങനെ പെറ്റുപെരുകി ജനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കൊച്ചു മക്കളെ നമുക്ക് രക്ഷിക്കണം. ഇവർക്കും വേണം, ഇവരുടെ മൗലികാവകാശങ്ങൾ നമുക്ക് നേടിക്കൊടുക്കണം. ഭക്ഷണം, വിദ്യാഭ്യാസം, പാർപ്പിടം എന്നിവ എല്ലാവരുടെയും മൗലിക അവകാശമാണ്. അത് നേടിക്കൊടുക്കുന്നതിനായി രാഷ്ട്രീയ പാർട്ടികൾ ആരും വരുന്നില്ല. ആ സാഹചര്യത്തിലാണ് ജനസേവാ ശിശുഭവൻ ഈ മഹത്തായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു സന്തോഷം എന്ന് പറയുന്നത് ദയാബായി എന്ന ആ വലിയ മനുഷ്യസ്നേഹി നമ്മളിപ്പം കൈകോർക്കുകയാണ്. പട്ടിണിപ്പാവങ്ങളുടെയും സാധാരണക്കാരുടെയും ശബ്ദമായി മാറിയ ദയാബായി നമുക്ക് അംബാസിഡറായി വന്നപ്പോൾ നമ്മുടെ പ്രവർത്തനം ഇനിയും ഒത്തിരി വേഗത്തിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തെരുവ് കുട്ടികളില്ലാത്തൊരു ഇന്ത്യ എന്ന മഹത്തായ ലക്ഷ്യത്തിനായി എല്ലാ മനസ്സുകളും ജനസേവാ ശിശുഭവനുമായി കൈകോർക്കണമെന്ന് എളിമയോടെ അപേക്ഷിക്കുകയാണ്. ജനസേവാ ശിശുഭവന്റെ ഇനിയുള്ള എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും തന്റെ അകമഴിഞ്ഞ സഹകരണവും സാന്നിധ്യവും പ്രതീക്ഷിക്കാമെന്ന് അവർ ജനസേവാ ശിശുഭവൻ നേതൃത്വത്തിന് ഉറപ്പുകൊടുത്തു. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ആയിരുന്നു ജനസേവാ ശിശുഭവന്റെ ആദ്യ അംബാസിഡർ. 2014 അദ്ദേഹത്തിന്റെ നിര്യാണത്തിനു ശേഷം ആ സ്ഥാനത്തേക്ക് ആരും ഇതുവരെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലായിരുന്നു. പൗര ന്യൂസ് ബ്യൂറോ, ആലുവ.